ബീച്ച് നോക്കി വന്നിറ ഞാൻ ബീച്ച് ഇതില്ല കുറച്ച് ഇല്ല ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സന വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എന്ത് വിശേഷം എന്ന് പറയുന്നത് എൻ്റെ ഏട്ടത്തിൻ്റെ മോളെ കുഞ്ഞിൻ്റെ ഗ്രാൻഡ് സെറിമണീൻ്റെ ഫംഗ്ഷനാണ്. ഞാൻ പോവുകയാണ് ബസ്സിൽ. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ടോട്ടാ. അപ്പോൾ ഇവിടെ പണിയൊക്കെ ആയി. പിന്നെ അങ്ങനെ രാവിലെ തന്നെ പുറപ്പെട്ടു. പിന്നെ രാവിലെ ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കാതിരുന്നില്ല. ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള പണിയൊക്കെ ബാക്കിയാവും. അങ്ങനെ ഫുഡൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല കേട്ടോ. ഇപ്പോൾ പിന്നെ മുമ്പത്തെ പോലെ അങ്ങനെ ഭക്ഷണം കഴിക്കാറൊന്നും കഴിച്ചില്ല. അങ്ങനെ ഒരു രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് രാവിലെ നേരെ കഴിക്കാതെ പോയിട്ട് നമുക്കൊരു ഇതായി. അതുകൊണ്ട് പിന്നെ രാവിലെ കഴിച്ചില്ലെങ്കിൽ പ്രശ്നമൊന്നും തോന്നുന്നില്ല. പിന്നെ മോൾക്ക് എന്തെങ്കിലും വേണം കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ മോൾക്ക് വിശക്കുന്ന കഴിഞ്ഞിട്ട് അവിടെ നിന്നൊരു ഹോട്ടലിൽ പോയി ചായയും ബെന്നും കഴിച്ചു കേട്ടോ. ഹോട്ടലിൽ കയറി. അപ്പോൾ എൻ്റെ സുള്ളത്തര ഏട്ടത്തി വരുന്ന പറഞ്ഞിട്ട് അവളെ ഞാൻ വെയിറ്റ് ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് കുറച്ചൊന്ന് അനിയത്തി ഭർത്താവ് പിന്നെ വന്നതാണ്. ഇവന് അനിയത്തിൻ്റെ വണ്ടി ഓട്ടുന്നുണ്ട്, കാറ്. അങ്ങനെ അനിയത്തി വന്നിട്ട് നമ്മളെല്ലാവരും ഒന്നിച്ച് ഇങ്ങനെ തിങ്ങിപ്പിങ്ങിയിട്ട് നമ്മൾ പോയതാണ് കേട്ടോ. ആ കാറിൽ വന്നെങ്കിൽ സീന് കാണാം കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സബ് ചെയ്യാനും മറക്കല്ല. പുതിയതായി എൻ്റെ സബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഇത് അനിയത്തിൻ്റെ നാടിൻ്റെ സീതാങ്കുളിയിലാകുന്നത്. അവിടെ നമുക്കിത് അങ്ങോട്ട് സ്ട്രൈറ്റ് പോകുന്ന റോഡ് കുമ്പള റോഡാണ് കേട്ടോ. പിന്നെ പെരള പോകുന്ന റോഡാണ്, പിന്നെ കാസർഗോഡ് പോകുന്ന റോഡാണ്, പിന്നെ ബദിയെടുക്ക പോകുന്ന റോഡാണ്. അങ്ങനെ 4 വഴി റോഡ് പോലെ ഉണ്ടാവും കേട്ടോ. അവിടെ നല്ലൊരു ടൗണാണ് കേട്ടോ. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ പിന്നെ എന്താ പറയുന്നത്, അനിയത്തിൻ്റെ കാറിൽ അവിടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഏട്ടത്തിൻ്റെ മോളെ നാടെന്ന് അടിപൊളി കടപ്പുറം നല്ല വീടാന്ന് കേട്ടോ. കടപ്പുറത്ത് നല്ല അടിപൊളി വൈബുള്ള നല്ലൊരു വീടാന്ന് കേട്ടോ. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ഫ്രഷൊക്കെ മീനൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അവിടെ പോകുന്ന സമയം നല്ലൊരു പിന്നെ എന്താണെന്ന് പറയുന്നത്, നമുക്ക് ട്രെയിനും ഒച്ചപ്പാടും ഒക്കെ കിട്ടി അടിപൊളി വൈബാന്ന് കേട്ടോ. അടുത്തടുത്ത വീടും പിന്നെ അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അടുക്ക് നോക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തി, അവളെ ഫാമിലി, ഭർത്താവിൻ്റെ ഫാമിലി, അതുപോലെ ഇന്നും എനിക്ക് ഒരാൾ കണ്ടു. എൻ്റെ 10th പഠിച്ച ബാക്കിലാണ് അവൾ. അപ്പോൾ അവൾ എന്നോട് ചോദിക്കും, നീ എൻ്റെ പേരും പറഞ്ഞിട്ട് നീ ഓളെ ഏട്ടത്തിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, ഞാൻ തന്നെയാണ് ഓളെ ഏട്ടത്തിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് കാറിൽ ഇങ്ങനെ തിങ്ങിയും തിരിക്കും കുറച്ച് റെസ്റ്റ് എടുത്തതാണ് കേട്ടോ അനിയത്തി. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് നമുക്കുള്ള ഒരു ദിവസം ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വീട്ടിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് ട്രെയിനിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് നിങ്ങളെ വീഡിയോ ഒന്ന് കാണിക്കണ്ടേ, അങ്ങനെ കാണിക്കുന്ന കേട്ടോ. എല്ലാവരും കാണുന്നതാണ്. അങ്ങനെയൊക്കെ ഇതാണ് അവരെ വീട്ടിൻ്റെ അടുത്താണ് കേട്ടോ ബീച്ചൊക്കെ. ഇപ്പോൾ കടൽ കുറച്ച് നീങ്ങിയിട്ടുണ്ട് കേട്ടോ. മുമ്പത്തെ പോലെ എല്ലാം കുറച്ച് നീങ്ങിയിട്ടുണ്ട്. മഴക്കാലത്ത് ഇത് കാസർഗോഡ് ഒക്കെ ഇത് വീടിൻ്റെ ഇപ്പുറത്തെ സൈഡ് തന്നെയാണ് കേട്ടോ. അടിപൊളി വൈബാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് മാറി. ഇവിടെ തന്നെ അടുത്തിട്ടോ കുറച്ച് ഈ ഗ്രൗണ്ട് അപ്പുറത്തെ സൈഡ് അവരുടെ വീടാണ്, ഗ്രൗണ്ട് കഴിഞ്ഞാൽ അവരുടെ വീടാണ്. അപ്പോൾ ഇങ്ങനെ തൊട്ടിൽ കിടത്തി കേട്ടോ കുഞ്ഞിനെ. അപ്പം ഞാൻ ഫുള്ള് കാണിച്ചില്ല കേട്ടോ. ഇവള് നല്ലൊരു യൂട്യൂബർ, അവളെ ചാനൽ അഞ്ചു എന്നാണ് അവളുടെ ചാനൽ. അവൻ നല്ലൊരു യൂട്യൂബർ, പക്ഷെ അവൾ നിർത്തി, ഇപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അവൾക്ക് മാഷാഅല്ലാ ഇപ്പോൾ അവളെ നല്ലവരെ കുഞ്ഞ് നല്ല ആയിട്ട് ഇങ്ങനെ മുമ്പിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ കുഞ്ഞിനെ പാട്ടും ഇടയിൽ തൊട്ടിലിട്ട് ഇങ്ങനെ ആട്ടുന്ന കേട്ടോ. അവിടുത്തെ ഒരു ഡെക്കറേഷനാണ് കേട്ടോ, ഗ്രാൻഡ് സെറിമണീൻ്റെ ഡെക്കറേഷനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഫാമിലിയും. അപ്പോൾ ഇന്നും ഞാൻ അതുപോലെ എപ്പം വരുന്ന ഒരു ചെറിയ ഫംഗ്ഷനായിട്ട് കേട്ടോ ഞാൻ ഞായറാഴ്ച വരുന്നത്. അപ്പോൾ ഒന്നും മോക്കും എക്സാമാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ പിന്നെ പഠിച്ചതോടെ അത്ര പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ ടെൻഷനില്ല. പഠിച്ചു കുറച്ചൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ റിവിഷൻ ആക്കിയിട്ടുണ്ട്. അങ്ങനെ അവനും ഇപ്പോൾ ഓളെ പിന്നെ ഇതിൻ്റെ അടുക്ക് പ്രസവത്തിന് വന്നതാണല്ലോ. അപ്പോൾ അവനും പോയിട്ടില്ല. പ്രസവ തൊട്ടിലെല്ലാം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ ഇവരെ മൂത്താൻ്റെയും പിന്നെ അയലാപ്പാൻ്റെയും ഒക്കെ അടുത്തടുത്ത് വീടാന്ന് കേട്ടോ. പക്ഷെ നമ്മളെല്ലാവരും വിചാരിക്കും നമ്മൾ കടലിൻ്റെ അടുത്താണ് നമ്മളെ വീട്, നമ്മൾ തണുപ്പടി എന്താണ് പറയട്ടെ, തണുപ്പൊന്നും ഇല്ല കേട്ടോ. വല്ലാത്തൊരു ചൂടാന്ന് കേട്ടോ. വീണ്ടും ഞാൻ ഡെക്കറേഷൻ കാണിച്ചു. പിന്നെ എല്ലാവരും കൂടി നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് കേട്ടോ. പക്ഷേ ഭക്ഷണത്തിൻ്റെ ഫോട്ടോ വീഡിയോ എടുക്കാൻ മറന്നു പോയി കേട്ടോ. പിന്നെയാണ് ചെന്നല്ലോ ഞാൻ ഭക്ഷണത്തിൻ്റെ ഫോട്ടോ എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ നമുക്ക് ധൃതി കിട്ടുമ്പോൾ നമുക്ക് അതിനൊക്കെ നമ്മൾ ഇങ്ങനെ
ഇങ്ങനെ ടൈം എടുക്കാൻ നമുക്ക് ടൈമില്ലല്ലോ. പിന്നെ നമ്മൾ അത് മറന്നു പോയി കേട്ടോ. അപ്പം ഞാനിങ്ങനെ കുറച്ചൊക്കെ വീഡിയോ എടുത്തു. പിന്നെ അങ്ങനെയാണ് പിന്നെ ഞാൻ വിചാരിച്ചാൽ മറന്നു പോയല്ലോ വീഡിയോ എടുക്കാൻ. അങ്ങനെയൊക്കെ റൂമിലൊക്കെ വന്ന് ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് റൂമിലേക്ക് വന്നിട്ട് കേട്ടോ. അപ്പം ഞാൻ ഡ്രസ്സിൻ്റെ ഫോട്ടോയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. ഫോട്ടോക്കൊന്നും നമ്മൾ ഇതിൽ ഇട്ടിട്ടില്ല. പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം ഫോട്ടോ എടുക്കാൻ വേണ്ടി ബീച്ചിൽ വീണ്ടും പോയതാണ് കേട്ടോ വൈകുന്നേരം. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഏട്ടത്തി അനിയത്തി പിള്ളേർ എല്ലാവരും കൂടിയിട്ട് പോയതാണ് കേട്ടോ. അടിപൊളി വൈബാണ്, പറഞ്ഞാൽ അറിയിക്കാത്തൊരു വൈബാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇതൊരു സുഖമല്ലേ, നമ്മളെ വീടൊക്കെ കടപ്പുറത്തെ ബീച്ചിൻ്റെ അടുത്തൊക്കെ നമുക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ബീച്ചിൻ്റെ അടുത്തേക്ക്. ഇത് മുമ്പ് നമുക്ക് അടുത്തായിരുന്നു, ഇപ്പോൾ ഇവിടെ നീത്ത് നിൽക്കണം കേട്ടോ. അവിടത്തേക്കൊന്നും പോകാനേ പറ്റുന്നില്ല. കടൽ നീങ്ങിയിട്ട് നമുക്ക് ഇപ്പുറമൊന്നും വന്നിട്ട് ഒരു കുഴി പോലെ ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അവിടെ ഒന്നും അങ്ങനെ ദൂരത്ത് നിന്നല്ല നമുക്ക് അതിൻ്റെ അടുത്ത് പോകാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ. ഇവിടെയൊക്കെ കുറേ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ ഓരോരുത്തർ ഇങ്ങനത്തെ മുക്കോത്തിയും ചിമാറുണ്ടാകുന്നില്ലേ, അവരൊക്കെ ഡ്രസ്സൊക്കെ അങ്ങനെ അലക്കാനിട്ടിട്ടുണ്ടാവും കേട്ടോ ഇവിടെ. അങ്ങനെ കുറേ ഫോട്ടോഷൂട്ടും അനിയത്തിയും ഏട്ടത്തിൻ്റെ പിള്ളേരും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മളെ വീട്ടിലെത്തിയാട്ടോ. ഇവിടെ മരങ്ങളൊക്കെ കൊത്തിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് വീഡിയോ ആക്കാനൊക്കെ വിട്ടുപോയി. അർജൻറ്റ് പോകുമ്പോഴും വരുമ്പോഴുള്ള അർജൻറ്റായിട്ടെല്ലാം വിട്ടുപോയിട്ടുണ്ട്. കുറേ ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷമെന്ന് പറയുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ക്ലീൻ ഈ സൺഡേ ആയതുകൊണ്ട് ഇവിടെയൊക്കെ ഫുൾ ആൾക്കാരൊക്കെ കളിക്കുന്നതും അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇപ്പം മോൾക്ക് എക്സാമുണ്ട്, നാളെ 2 എക്സാമുണ്ട്. പിന്നെ ഇതിനും ആഘോഷങ്ങളൊക്കെയായി സ്കൂൾ മദ്രസയിലത്തെ പഠിക്കാനും പാട്ട് വെച്ചാൽ ദുർദാദിക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഇഫുൾ അങ്ങനത്തെ എല്ലാം ഉണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇനി വരുന്നത്. ഇതിനും ആഘോഷങ്ങളൊക്കെയാണ് ഇനി വരുന്നത്. ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. വൈകുന്നേരം കേട്ടോ, ഇന്നത്തെ ഇത് വൈകുന്നേരമാണ്. ഇത്രയും കാര്യങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.